പൊതുപ്രവർത്തകർക്ക് ഒന്നും ഇടപെടാൻ പാടില്ല. പോലീസിൽ മാത്രമല്ല, 8 കൊല്ലത്തെ LDF ഭരണത്തിന്റെ ഏറ്റവും വലിയ സംഭാവന എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, പൊതുപ്രവർത്തകർക്ക് ഒരു പൊതുവിഷയങ്ങളിലും ഇടപെടാനുള്ള എല്ലാ സ്വാതന്ത്ര്യത്തിനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൂച്ചുവില കിട്ടു. ഉദ്യോഗസ്ഥ മേധാവിത്വം, ഉദ്യോഗസ്ഥ പ്രമാണിത്വം, അത് ഈ ഗവൺമെന്റിന്റെ 8 കൊല്ലത്തെ സംഭാവനയാ. ഞാൻ ഇവിടെയല്ല, പല ഘട്ടങ്ങളിൽ പാർട്ടിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്തേ പുറത്ത് പറയുന്നല്ല ചോദ്യം. സഖാക്കൾ വളരെ ദേഷ്യപ്പെട്ട് പോസ്റ്റ് ഇടുന്നുണ്ട്. ഇത് പാർട്ടിയിൽ പറയേണ്ട കാര്യമില്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഖാക്കളെ, ഞാൻ ആ AKG സെന്ററിൽ കൊടുത്ത കാര്യങ്ങൾ ദയവായി നിങ്ങളൊന്ന് പരിശോധിക്കുക. ബഹുമാനപ്പെട്ട സെക്രട്ടറി ഒന്ന് പറയട്ടെ. പറയില്ല, നീ കിട്ടിയിട്ടില്ല എന്ന് പറയും. ഒരു ബൈൻഡ് ചെയ്യാ, മനസ്സിലായോ? ഒരു ബൈൻഡ്. നിങ്ങൾ സ്പീക്കർ ഓഫീസിൽ നിന്ന് അന്വേഷിക്കണം. ഏറ്റവും കൂടുതൽ ലെറ്റർ പാഡ് നിങ്ങൾക്ക് അടിക്കരുതെന്ന് പറയും. കാരണം നമ്മൾ എല്ലാ കാര്യത്തിനും ഇതിൽ നിന്നല്ല, നാടുമായി ബന്ധപ്പെട്ട് വരുന്ന അവിടുത്തെ എല്ലാ വിഷയത്തും ഡോക്യുമെന്റഡാ. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ട പ്രിയ സഖാക്കളെ? നിങ്ങളൊന്ന് ആലോചിക്കുക, ഞാൻ എന്ത് ചെയ്യും? ഞാനിതിൽ പങ്കാളിയാണ്. അതല്ലെങ്കിൽ ഈ മാറ്റി തന്ന SP മാരെയും കാല് പിടിച്ച 25 കൊല്ലം കൂടെ നിൽക്കുന്ന DGPന്റെ ഒക്കെ കൂടെ പോയിക്കൂടെ എനിക്ക്? ഇപ്പൊ ഞാൻ കേസിൽ പ്രതിയാൻ പോവാണ്. വല്ല കാര്യമുണ്ടോ? ഈ പറയുന്ന പോലെ ഈ UDFന്റെ നേതാക്കന്മാരെ പോലെ ഇങ്ങനെ നിന്നാ പോരെ? കുറച്ചും കൂടി പിടർന്നൊക്കെയായിരുന്നു ഈ പോലീസുകാരെയൊക്കെ മാറ്റിയിട്ട്. ഞാൻ ഈ സമൂഹത്തിനോട് വഞ്ചന ചെയ്യാൻ തയ്യാറല്ല. ഇവിടുത്തെ ഈ രാഷ്ട്രീയ സംസ്കാരം ഉണ്ടല്ലോ, ഈ കൂടി നിൽക്കുന്ന ഈ സംസ്കാരം, ഇനി അതിനെതിരെ ആരെങ്കിലും പറഞ്ഞാലോ, ഒരു സാമുദായിക നേതാവ് അവർ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെ നിലപാട് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഏത് ജിഫ്രി തങ്ങളായാലും, ഏത് AP ഉസ്താദ് ആയാലും, ഏത് ബിഷപ്പായാലും ഒരു കാര്യമില്ല, ചവിട്ടി അങ്ങ് തേപ്പിക്കും. അതിനൊരു ടീം ഇവരൊക്കെ കൂടെ ഉണ്ട്. അതുകൊണ്ട് മൂല്യന്മാരും മിണ്ടൂല, പള്ളിലസന്മാരും മിണ്ടൂല, ഈ പറഞ്ഞ സ്വാമിമാരും മിണ്ടൂല. മിണ്ടാൻ പറ്റൂല. പട്ടിയ പരിപാടി തീർക്കും. ആരാ തീർക്കുന്നത്? ഇവരെല്ലാം കൂടെ ഈ നെക്സസ് ഒന്നാണ് ആ കാര്യത്തിൽ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു തട്ടിപ്പ് എന്താ പറയാ രീതി, ഈ രീതിയിൽ ഇനിയും അത് സഹിച്ച് നിൽക്കണം എന്ന് പറഞ്ഞാൽ തൽക്കാലം എനിക്ക് സൗകര്യമില്ല. ഞാൻ എൻ്റെ വീട്ടിലെ കാര്യത്തിലല്ല, എൻ്റെ വീട്ടിലെ കാര്യത്തിലാണെങ്കിൽ എത്രയോ ഘട്ടങ്ങൾ കഴിഞ്ഞു എനിക്ക് അനുകൂലമാക്കാനുണ്ടായിരുന്നേ. ഞാനൊരു കാലിച്ചായ ഈ വിഷയത്തിൽ കുടിച്ചിട്ടില്ല, കുടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ എന്താ അറിയോ, ഇവിടെ മനുഷ്യർക്ക് ജീവിക്കണം. ഈ വർഗീയത എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഒരു വർഗീയ കലാപം ഉണ്ടായി നോക്കട്ടെ, എന്താ സംഭവിക്കുക എന്നുള്ളത് ഒന്ന് പോയി പരിശോധിക്കണം. ഉണ്ടായ സ്ഥലങ്ങളിൽ നാട് കുട്ടിച്ചോറാവും. കൊന്നവന് മാത്രമല്ല, കൊല്ലപ്പെട്ടവനും കൊല്ലാൻ പോയവനും ആർക്കും മനസ്സമാധാനം ഒരു നാട്ടിൽ നഷ്ടപ്പെടും. ഇപ്പൊ ആകെ നമുക്കുള്ളത് എന്താ? മനസ്സമാധാനം. നിങ്ങളിപ്പോൾ 10 മണിക്ക് വീട്ടിലെത്തിയിട്ടില്ലെങ്കിലും നിങ്ങളെ ഭാര്യമാരെ അമ്മയെ ഒന്നും ഭയപ്പെടില്ല. 10:30 വരെ നോക്കും. 10:30 കഴിഞ്ഞ് ഒന്ന് വിളിച്ചു നോക്കും. പിന്നെയും കിട്ടിയില്ലെങ്കിൽ 11 മണി വരെ നോക്കും. 11 മണി കഴിഞ്ഞിട്ട് അവർക്ക് ടെൻഷൻ തുടങ്ങുള്ളൂ. 4 മണിക്ക് സ്കൂളിൽ വരുന്ന കുട്ടികളെ കാത്തിക്കുന്ന അമ്മമാരെ കാണാൻ നമുക്ക് വഴിയരികിൽ ആർക്കും ടെൻഷൻ ഉണ്ടോ? 4 മണി കഴിഞ്ഞു, 4:15, 4:30 ആകുമ്പോഴൊന്ന് വിളിച്ചു നോക്കുക. ഒന്ന് നാട്ടിൽ വർഗീയ കലാപം ഉണ്ടായി നോക്കട്ടെ. 1 മിനിറ്റ് തെറ്റിയാൽ ആളി കത്തും തീയ്. എന്താണ്? ബോംബെറിഞ്ഞോ? ഭർത്താവ് കൊല്ലപ്പെട്ടോ? ആക്രമിക്കപ്പെട്ടോ? ഇതല്ല ആലോചിക്കുക. ഇതാണ് വർഗീയത. വലിയ സുഖല സംഗതിയല്ല. അതിലേക്കാണ് ഈ സംഗതിയെ കൊണ്ടുപോകുന്നത്. അത് തടുക്കാൻ എന്തെങ്കിലും കഴിയോ എന്നതിന്റെ പരിശ്രമമാണ്. അതാണ് പ്രിയപ്പെട്ട സഖാക്കളോട് പറയാനുള്ളത്.